ഹായ് ഗൈസ്, ഐ എം മാധവ് ബാലൻ. എടാ, എന്നോട് ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷം പേഴ്സണലി ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ഗ്രേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ബാലൻ. അമ്മാതിരി പടം. എടാ, ഞാൻ ഈ പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. ബിക്കോസ് ഈ സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെ സിനിമയിൽ വർക്കിയിരിക്കുന്ന ഓരോ ടെക്നീഷ്യൻസിൻ്റെയും പേര് മാത്രം മതി ഈ സിനിമ ടെക്നിക്കലി എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ. സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പകരം ഈ സിനിമയുടെ കോർ, അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുവാണ്. ക്യാരക്ടർ റൈറ്റിംഗ് ആൻഡ് പെർഫോമൻസ്. നമുക്ക് മിക്കവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ്. അതായത് കഥയിലൂടെ പറഞ്ഞു പോകുന്ന കഥാപാത്രങ്ങൾക്ക് പകരം കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞു പോകുന്നൊരു കഥയാണത്. സോ അങ്ങനത്തെ ഒരു കഥയ്ക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ റൈറ്റിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസുമാണ്. ആ രണ്ട് കാര്യത്തിലും ഈ സിനിമ ഉണ്ടല്ലോ പീക്കാണ്. അതിൽ ക്യാരക്ടർ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര റിയലാണ്. എന്ന് പറഞ്ഞാൽ ആരും ഭയങ്കര വൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ക്യാരക്ടറല്ല, പകരം എല്ലാവരും ഗ്രേ ഷെയ്ഡറാണ് നമ്മുടെ റിയാലിറ്റിയിലെ പോലെ തന്നെ. ആൻഡ് ആ ഗ്രേ ഷെയ്ഡിനെ ഓരോ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതും ക്യാരക്ടർ റൈറ്റിങ്ങിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇത്രയും ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഈ കഥാപാത്രങ്ങളെ അതിലും ഭംഗിയായിട്ട് അല്ലെങ്കിൽ അതിലും ഇൻറ്റൻസോടെയാണ് ഇതിലെ ആക്ടേഴ്സ് പെർഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരുപാട് പുതുമുഖ ആളുകൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ വാഴാറ്റി ഉൾപ്പെടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പുതുമുഖമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്ന ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പുതുമുഖങ്ങളാണ്. അവരുടെ പെർഫോമൻസ് മൈൻഡ് ബ്ലോയിങ് ആണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിലെ കുഞ്ഞി ബാലനെ പറ്റിയാണ്. എടാ, അവന് സ്ക്രീനിൽ ഈ സിനിമയിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് എങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് അവൻ്റെ ഫേസ്, അവൻ്റെ നോട്ടം, അവൻ്റെ ചിരി, അതൊക്കെ കാണുമ്പോൾ മാത്രം ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അവൻ്റെ സട്ടിലായിട്ടുള്ള ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സ്റ്റൈല്, അത് എങ്ങനെയാണ്, എസ്പെഷ്യലി ഇതിൽ ഡയലോഗൊക്കെ ആൾ പറയുന്ന രീതിയുണ്ടേ. ഒന്നത്തെ കാര്യം, ആൾ ഡയലോഗൊക്കെ പറയാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും. കാരണം അങ്ങനെയാണ് ആ ക്യാരക്ടർ, അങ്ങനെയാണ് അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡയലോഗിൽ തന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യം, ഇതിൽ അമ്മയുടെ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഒരുപാട് സംസാരിക്കത്തില്ല, സംസാരിക്കുമ്പോഴൊക്കെ ആലോചിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അപ്പോൾ അതിനിടയിൽ വരുന്നൊരു ഗ്യാപ്പുണ്ട്. അതായത് ആലോചിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നൊരു സമയമുണ്ടല്ലോ, അത് നാച്ചുറലായിരിക്കണം. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടി കുറഞ്ഞു വന്നാൽ അപ്പം തന്നെ അവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫീൽ വരും. പക്ഷേ അത് കറക്റ്റ് ബാലൻസിൽ മീറ്റർ പിടിച്ച് ചെയ്യണം, എന്നാലേ ആ ഒരു നാച്ചുറാലിറ്റി കറക്റ്റായിട്ട് വരുള്ളൂ. അത് അമ്മയുടെ കഥാപാത്രം ഓക്കെ, അത് പിന്നെയും മുതിർന്ന ഒരാളാണെന്ന് പറയാം. പക്ഷേ ഈ കുഞ്ഞത് ചെയ്തിട്ടുണ്ടാ. അതായത് അമ്മയുടെ സ്വഭാവം മകനുണ്ടാവുക എന്ന് പറയുന്നത് നോർമലാണ്, പക്ഷേ ഇത് അഭിനയിക്കണ്ടേ, അതായത് ഇത് പറയണ്ടേ, അത് ഈ കുഞ്ഞത് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അതൊക്കെ ഈ കുഞ്ഞിനോട് എത്രത്തോളം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവനത് മനസ്സിലാക്കി അവനത് സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം സ്കില്ലഡ് ആയിരിക്കും, എത്രത്തോളം സ്കില്ലഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരിക്കും അവൻ ഇപ്പോഴേ തന്നെ. അയ്യോ, അത് ശരിക്കും ഞെട്ടിച്ചാണ്. എസ്പെഷ്യലി അവന് പറയാം, അവൻ്റെ ഫേസ് നോട്ടവും തന്നെ ഭയങ്കര ഇൻറ്റൻസ് ആണ്. നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെ അവൻ കൊണ്ടുവരുന്നൊരു സ്റ്റൈലുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളെന്താ പറയുക, ഒരു ആക്ടിങ് കണ്ടിട്ട് നമുക്ക് വൗ മൊമെൻറ്റ്സ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുക, ഇതൊരു കുട്ടി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. ബാലൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ബേസ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അത്രയും ഡെപ്തോടെയാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതവൻ്റെ ലുക്ക് കൊണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ വരെ അതവൻ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്. അവന് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ദെൻ ഇതിലെ കുറച്ചും കൂടെ മുതിർന്ന ബാലനുണ്ട്. ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കാരണം ഇവിടെ കുഞ്ഞു ബാലൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ബേസ് ഉണ്ട്. അതിനുശേഷം അവന് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ക്യാരി ചെയ്തിട്ട് വേണം വലിയ ബാലൻ പെർഫോമൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന ആൾ, ആ ആക്ടറിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടാവണം. ഇവിടെ അത് ഉണ്ട്. കാരണം അവനും അതേപോലത്തെ പെർഫോമൻസാണ് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും വേണ്ട, ഇതിൽ മുതിർന്ന ബാലൻ്റെ ഒരു ഷോട്ടുണ്ട്. അമ്മയെന്ന് വിളിക്കാൻ വേണ്ടി അവൻ അനുഭവിക്കുന്നൊരു പെയിൻ, ഒരു സ്ട്രഗിൾ കാണിക്കുന്ന ഒരു സിംഗിൾ ക്ലോസ് ഷോട്ട്. ആ ഒരു ഷോട്ട് മാത്രം മതി അവൻ എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ളൊരു ആക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രയും ഡിഫിക്കൽട്ടാണ് ആ എക്സ്പ്രഷൻസൊക്കെ വരാൻ. ഒരു റിയൽ ലൈഫിലാണ് അത്തരം സിറ്റുവേഷനെങ്കിൽ നമുക്ക് നാച്ചുറലി വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. പക്ഷേ അഭിനയിക്കാൻ പറയുമ്പോൾ
ഇത്തരം എക്സ്പ്രഷൻസ് വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. ഞാൻ ആ പറഞ്ഞ ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. അതിൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു പെയിനും സ്ട്രഗിളും കാണിക്കുന്നതൊക്കെ അത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വരുന്ന കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ അല്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണത്. അപ്പോൾ ആ ഒരു ഷോട്ട് മാത്രം മതി. ഈവൻ ഈ സിനിമ കാണാത്ത ഒരാൾ പോലും ആ ഷോട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സ്കില്ല് എത്രത്തോളം അല്ലെങ്കിൽ അവൻ്റെ ആക്ടിങ് സ്കില്ല് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അമ്മാതിരി എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അവൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സാധനമാണത്. പക്ഷെ അവൻ എന്ത് എന്ത് ബാലൻസോടെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ചുരുക്കത്തിൽ പറഞ്ഞാൽ 2 ബാലന്മാരും കൂടെ ആ ഒരു എൻ്റയർ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്നത് വേറെ തന്നെ ഒരു ലെവലിലേക്കാണ്. പിന്നെ അമ്മയുടെ കഥാപാത്രം, ആ ആക്ട്രസും ഈ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞെട്ടിച്ച്. എസ്പെഷ്യലി ആളുടെ കണ്ണുകൾ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള കണ്ണുകളാണ്. ഈവൻ ഒരു ഷോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോട്ടിലേക്ക് കട്ട് ചെയ്താലും ആളുടെ കണ്ണുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത് പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള കണ്ണുകൾ. അത് പറയുമ്പോൾ ഈ സിനിമയിൽ അമ്മയുടെയും മകൻ്റെയും കണ്ണുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. അങ്ങനെ ഷോട്ട് വെക്കുമ്പോൾ അവിടെ ആക്ടറിൻ്റെ കണ്ണിന് അത്രയും ഡെപ്തുള്ള കണ്ണുകളായിരിക്കണം, ആക്ടർക്ക് കണ്ണുകൾ കൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഐ ഷോട്ട് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, നമ്മൾ നോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ നോട്ട് ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട്. എസ്പെഷ്യലി ആക്ട്രസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഏരിയകളിൽ ഈ കണ്ണുകൾ കൊണ്ട് ആള് ആക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ശരിക്കും എന്താ പറയുക, ഓരോ ഇമോഷനും കണ്ണുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഐസ് കൊണ്ട് പ്ലേ ചെയ്യാൻ കഴിവുള്ളൊരു അത് ഭയങ്കര പാടാണ്. അത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല, ഐസ് കൊണ്ട് ഓരോ ഇമോഷനും എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഈ ആക്ട്രസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഏരിയകൾ ഞെട്ടിച്ചു. എസ്പെഷ്യലി എന്താ പറയുക, ഞാൻ മുതിർന്ന ബാലൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരു സിംഗിൾ ഷോട്ടുണ്ട്. ഇത്ര സെക്കൻഡുകളോളം നീണ്ടു നിൽക്കുന്നൊരു ഷോട്ടാണ്. അതിൽ വളരെ സന്തോഷത്തോടെ ഒരു കമ്മലിട്ടുകൊണ്ടിരിക്കുന്നൊരു ഷോട്ടാണ്. പക്ഷെ പെട്ടെന്ന് ആളുടെ എക്സ്പ്രഷൻ അവിടെ നിന്ന് ചേഞ്ച് ആവുന്നൊരു രീതിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. അത് എന്ത് യുണീക്കാണെന്നറിയാമോ ആൾ ചെയ്തിരിക്കുന്ന ആ ഒരു ചേഞ്ച് ആവുന്നൊരു രീതിയുണ്ട്. അത് കണ്ണിലാണ് നമ്മൾ ശരിക്കും ലോക്കാവുന്നത്. അവിടെ കണ്ണിലിങ്ങനെ ലോക്കായി ആ എക്സ്പ്രഷൻ മാറുന്നതൊക്കെ ആൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, ഒരു സിനിമയിലെ പ്രകടനങ്ങൾ കണ്ട് രോമാഞ്ചം വരിക അല്ലെങ്കിൽ ഹൈ കിട്ടുക എന്ന് പറയുന്നത് എല്ലാ സിനിമകളിൽ നിന്നും കിട്ടുന്നൊരു കാര്യമില്ല. പക്ഷേ ഇത് കിട്ടുന്നത് ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാപ്പിനെസ് തോന്നുന്ന ഒരു മൊമെൻ്റാണ്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രകടനങ്ങൾ കണ്ട് സിനിമയിൽ ഹൈ കിട്ടുക അല്ലെങ്കിൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരിക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇവിടെ സിനിമയിൽ എനിക്കത് ഒരുപാട് ഏരിയകളിൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അമ്മയുടെ കഥാപാത്രം ആയിക്കോട്ടെ, ബാലന്മാരുടെ, അങ്ങനെ ഇവരുടെ ഒരു കമ്പൈൻ വർക്കിൽ തന്നെ ഇഷ്ടംപോലെ അത്തരം ഈ പറഞ്ഞ പോലെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുള്ള ഇവരുടെ എക്സ്പ്രഷൻ ചേഞ്ചസും ഇവരുടെ നോട്ടങ്ങളും ഇവരുടെ ഒരു ആക്ടിങ് സ്കില്ല് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ കിട്ടിയ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. പ്രധാന കഥാപാത്രങ്ങളല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ കഥാപാത്രം, അമ്മച്ചിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി മാത്രമല്ല കേട്ടോ, ഇതിൽ അബ്ബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ടൊവിനോ തോമസ്, അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ആള് സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രെയിലറിലൊക്കെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ, ഇതിൽ അമ്മച്ചിയുടെ കഥാപാത്രം എഴുതിയിരിക്കുന്നൊരു രീതി, അത് ആ അമ്മച്ചി അഭിനയിച്ചിരിക്കുന്നത്, ദെൻ അബ്ബ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു ആർക്ക്, അത് ടൊവിനോ തോമസ് എന്ന നടൻ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് ഇതുവരെ കാണാത്തൊരു, അതിനോട് എപ്പോഴും ബഹുമാനം തോന്നുന്നതാണ്. എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ തിരഞ്ഞെടുക്കുക, ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലാതെ എപ്പോഴും തന്നെ ചലഞ്ച് ചെയ്യുന്ന റോളുകൾ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം എപ്പോഴും എന്താ പറയുക മുൻപന്തിയിലുള്ള ആക്ടറുകളിൽ ഒരാളാണ്. ഇവിടെ ഇതുവരെ നമ്മൾ കാണാത്തൊരു കൈൻഡ് ഓഫ് കുറച്ച് എന്താ പറയുക ബൾക്കി ആയിട്ടുള്ള ബോഡിയൊക്കെ ആയിട്ട് എന്ത് നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങ് ജീവിക്കുകയാണ് അബ്ബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട്. ലാസ്റ്റത്തെ ഒരു ഡയലോഗ് ഉണ്ടറാ, എടാ എൻ്റെ നല്ല സെറ്റ് പ്ലാൻ ആയിരുന്നറാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. അവിടെയൊക്കെ നമുക്കറിയാതെ നമ്മുടെ കണ്ണ് നിറയും എന്ന് പറയുന്ന പോലെ അത്രയും മനോഹരമായിട്ടാണ് ആ ക്യാരക്ടറിനെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ദെൻ അമ്മച്ചിയുടെ ക്യാരക്ടറിലേക്ക് വന്നാൽ ഇതുപോലെ തന്നെയാണ്, നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അമ്മച്ചിയും. ആ അമ്മച്ചി അത് പെർഫോം ചെയ്തിരിക്കുന്നതും അയ്യോ എന്ത് ഭംഗിയാണ്. എടാ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സിനിമ കണ്ടിട്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മുകളിൽ നിൽക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും എല്ലാ സിനിമയിലും സംഭവിക്കുന്നൊരു കാര്യമല്ല. പക്ഷെ ഇവിടെ അതുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ അമ്മച്ചിയുടെ കഥാപാത്രമാണെങ്കിലും അബ്ബ എന്ന് പറഞ്ഞ് ടൊവിനോ തോമസ് അദ്ദേഹം ചെയ്ത കഥാപാത്രം. കാരണം അത്രത്തോളം അവർ ആ മെയിൻ ക്യാരക്ടേഴ്സിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ തിയേറ്റർ വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷൻ നടന്നിട്ടുള്ളൊരു സിനിമയാണ്.
അതിലും മനോഹരമായിട്ട് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത്തരം സിനിമകൾ അങ്ങനെ ഉണ്ടാവത്തില്ലടാ. ബാലൻ പോലെ അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയാണത്. എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഒരു കോർ സ്റ്റോറി ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ഒരു സ്നേഹനിധിയായ അമ്മയുടെയും മകൻ്റെയും കഥ, അങ്ങനെ ഈ സിനിമയെ മനസ്സിലാക്കിയവരുണ്ട്. പക്ഷേ പടം കണ്ടപ്പോൾ എൻ്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹനിധിയായ എൻ്റെ മാത്രമല്ല കേട്ടോ, ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് പടം കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സ്നേഹനിധിയായ ഒരു അമ്മയുടെ കഥ ഇല്ല ഇത്, മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പക്ഷെ അപ്പോഴും എന്താ പറയുക, അത് പറഞ്ഞ സ്പോയിലറായിപ്പോൾ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം ബാലിനകത്ത് ഒരുപാട് ഡീറ്റെയിലിങ്സ് ഉണ്ട്, അത് പറഞ്ഞ സ്പോയിലറായിപ്പോവും. മറ്റൊരിക്കലും നമുക്ക് സിനിമയെ പറ്റി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം അങ്ങനെ സംസാരിക്കാനുള്ള ഒരുപാട് ഏരിയകൾ, ഒരുപാട് ഇമോഷണൽ ലേയേഴ്സൊക്കെ സിനിമയിലുണ്ട്. ഓരോ ക്യാരക്ടറിനും ജസ്റ്റിഫിക്കേഷനുള്ളതായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ സംസാരിക്കാൻ മറ്റൊരു വീഡിയോ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് അവിടെ പവിത്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതായത് നമ്മുടെ ജീൻ പോൾ അദ്ദേഹമാണ് ചെയ്തിരിക്കുന്ന കിട്ടിലും ക്യാരക്ടറായിരുന്നു. ആ ഒരു ക്യാരക്ടറിൻ്റെ റൈറ്റിങ്ങും ആളുടെ ഒരു ഡയലോഗ് ഉണ്ട് ഇതിൽ, എന്താണ് ഇതെൻ്റെ ഒരു രീതിയാണെന്നൊക്കെ പറയുന്ന, അതൊക്കെ എന്ത് രസമാണ്. അതായത് ആ ക്യാരക്ടറിൻ്റെ സീനിൽ ചിരിക്കണോ അതോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അത്രയും ബാലൻസ് ആയിട്ട് ആ ക്യാരക്ടർ ആൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു നോർമൽ പോലീസുകാരൻ, ഒരു പാവം, കുറച്ച് പാവമായിട്ടുള്ളൊരു പോലീസുകാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ചേട്ടനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ 4 കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടുതൽ നിൽക്കുന്നത്. പിന്നെ ഈ പവിത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രവും സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ ഗിരീഷ് ഷേഡി അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് ഇതിൽ. അങ്ങനെ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ പടം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേര് നമുക്ക് എടുത്തെടുത്ത് പറയാം. എല്ലാവരും എന്താ പറയുക, കിടിലൻ പെർഫോമൻസ് ആണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ സ്ക്രീൻ പ്ലേ, ക്യാരക്ടറൈസേഷൻ, അതിലുപരി ഭയങ്കര റിച്ച് ആയിട്ടുള്ള പെർഫോമൻസുകൾ കൊണ്ട് ബാലൻ ക്ലാസ് സിനിമയാണ്. ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവൽ ക്ലാസ് സിനിമയാണ് ബാലൻ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ ആവർത്തന വിരസത എൻ്റെ സംസാരത്തിൽ എപ്പോഴും വരിക, എന്ത് ചെയ്യാൻ, ക്ഷമിക്കുക. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ വർഷം ഞാൻ കണ്ടതിൽ വൺ ഓഫ് എ ഗ്രേറ്റ് അബ്സല്യൂട്ട് സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ബാലൻ. ആൻഡ് ഇതാണ് എനിക്ക് ഈ സിനിമ. നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമ എന്നുള്ളത് താഴത്ത് കമൻ്റ് ഇടുക. ഇഷ്ടപ്പെട്ട സീനുകൾ, ആക്ടിങ് കൊണ്ട് നിങ്ങൾക്ക് ഹൈ കിട്ടിയ സീനുകൾ, ഷോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഓരോ ഏരിയകളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. സോ ഇനി അടുത്ത വീഡിയോ കാണാം.